ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ കേപ്പ് വെർദെയാണ് സ്പെയിനിൻ്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. വരുന്ന 15-ാം തീയതി രാത്രി ഇന്ത്യൻ സമയം 9:30 ഈ ഒരു മത്സരം നടക്കുക. ഇപ്പോൾ സ്പെയിൻ ക്യാമ്പിൽ നിന്നും ചില അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇഞ്ചുറി അപ്ഡേറ്റുകളാണ്. നമുക്കറിയാം, യമാലും നിക്കോ വില്യംസും ഒക്കെ പരിക്കിൻ്റെ പിടിയിലാണ്. അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതായത് കേപ്പ് വെർദെക്കെതിരെയുള്ള മത്സരത്തിൽ യമാൽ ലഭ്യമായിരിക്കും. പക്ഷെ അദ്ദേഹം സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാവാൻ സാധ്യതയില്ല. പകരക്കാരൻ്റെ രൂപത്തിലായിരിക്കും യമാൽ കളിക്കുക. ഒരു 20 മിനിറ്റൊക്കെ കളിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി നിക്കോ വില്യംസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ വേഗത്തിൽ അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നുണ്ട്. കേപ്പ് വെർദെക്കെതിരെയുള്ള മത്സരത്തിന് മുന്നേ അദ്ദേഹം റെഡിയാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ പകരക്കാരൻ്റെ വേഷത്തിൽ തന്നെയായിരിക്കും അദ്ദേഹം കളിക്കുക. അതുപോലെ തന്നെ സ്പെയിനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യുവ സൂപ്പർ താരമാണ് വിക്ടർ മുനോസ്. അദ്ദേഹവും ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു മൈനർ ഡൗട്ട്സ് ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ആദ്യ മത്സരത്തിൽ അദ്ദേഹം കളിക്കുമോ എന്ന കാര്യത്തിൽ ചെറിയ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പരിക്കിൽ നിന്നും അദ്ദേഹം മുക്തനായി വരികയാണ്. ഇത്രയും അപ്ഡേറ്റുകളാണ് സ്പെയിൻ ക്യാമ്പിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഏതായാലും യമാലും നിക്കോ വില്യംസും അവരുടെ സുപ്രധാന താരങ്ങളാണ്. രണ്ടുപേരും അധികം വൈകാതെ തന്നെ തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.